ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല അവരുടെ സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 16. അടുത്തത് അൽ ഖിയാമു വൽ ഖുഊദു ഫി സ്വലാത്തിൽ ലൈൽ, രാത്രി നമസ്കാരത്തിലെ നൃത്തവും ഇരുത്തവും, അതായത് നിന്ന് നിസ്കരിക്കുന്നതും ഇരുന്ന് നിസ്കരിക്കുന്നതും. മത്തിൽ നിന്നുള്ള ഭാഗം: വകാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ലൈലൻ ത്വീലൻ ഖായിമൻ വലൈലൻ ത്വീലൻ ഖാഇദൻ വകാന ഇദാ ഖറഅ ഖായിമൻ റകഅ ഖായിമ വഇദാ ഖറഅ ഖാഇദൻ റകഅ ഖാഇദ. വകാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു യുസല്ലി നിസ്കരിക്കുമായിരുന്നു ലൈലൻ ത്വീലൻ, രാത്രി ഏറെ നീണ്ട് നിസ്കരിക്കുമായിരുന്നു, ഖായിമൻ നിന്നുകൊണ്ട്, വലൈലൻ ത്വീലൻ ഖായിദൻ, രാത്രി ഏറെ നീണ്ട് ഇരുന്നും നിസ്കരിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ നിന്ന് നിസ്കരിക്കും, ചിലപ്പോൾ ഇരുന്ന് നിസ്കരിക്കും ദീർഘനേരം. വക്കാന ഇദാ ഖറഅ ഖായിമൻ, ചില റിപ്പോർട്ടുകളിൽ സ്വല്ലാന്നുണ്ട്. വക്കാന ഇദാ സ്വല്ലാ ഖായിമൻ, നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ, ഖറഅ എന്നുള്ളത് നിസ്കാരത്തിൽ ഓതുന്നത് നൃത്തത്തിലാണല്ലോ, അതുകൊണ്ടായിരിക്കും ഖറഅ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിന്ന് നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്ന് ഖിറാഅത്ത് ചെയ്യുമ്പോൾ റകഅ ഖായിമൻ, നബി എന്ത് ചെയ്യും? റുക്കൂഉം നിന്നുകൊണ്ട് തന്നെ, നിന്നുകൊണ്ട് പറഞ്ഞാൽ റുക്കൂഇൻ്റെ ഹൈഅത്തിൽ, രൂപത്തിൽ തന്നെ. വഇദാ ഖറഅ ഖാഇദൻ, ഇനി ഇരുന്നു കൊണ്ടാണ് നബി ഖിറാഅത്ത് ഓതുന്നത് അല്ലെങ്കിൽ നിസ്കരിക്കുന്നത് എങ്കിൽ റകഅ ഖാഇദൻ, ഇരുന്നു കൊണ്ട് തന്നെ റുക്കൂഉം ചെയ്യുമായിരുന്നു എന്ന്. അഖ്റജഹു മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. ഇനി ഷറഹിൽ നിന്നുള്ള ഭാഗം: അൻ അബ്ദുല്ലാഹി ബിൻ ഷഖീഖ് അൽ ഉഖൈലി ഖാല സഅൽതു ആയിഷത അൻ സ്വലാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബില്ലൈൽ, രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നിസ്കാരത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ഞാൻ ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു: കാന യുസല്ലി ലൈലൻ ത്വീലൻ ഖായിമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ദീർഘമായി നിന്ന് നിസ്കരിക്കുമായിരുന്നു. വലൈലൻ ത്വീലൻ ഖാഇദ, ദീർഘമായി രാത്രി ഇരുന്ന് നിസ്കരിക്കുമായിരുന്നു. വകാന ഇദാ ഖറഅ ഖായിമൻ റകഅ ഖായിമ വഇദാ ഖറഅ ഖാഇദൻ റകഅ ഖാഇദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ നിന്നുകൊണ്ട് തന്നെ സുജൂദിൻ്റെതായ രൂപത്തിൽ തന്നെ നിർവഹിക്കുമായിരുന്നു. ഇരുന്ന് നിസ്കരിക്കുകയാണ് അല്ലെങ്കിൽ ഇരുന്ന് ഖിറാഅത്ത് ചെയ്യുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നു കൊണ്ട് സുജൂദ് നിർവഹിക്കുമായിരുന്നു. വഫീ ലഫ്ദിൻ, ഇങ്ങനെ വന്നിട്ടുണ്ട് റിപ്പോർട്ടിൽ, സ്വല്ല എന്ന് വന്നിട്ടുണ്ട്, ബദല ഖറ. വക്കാന ഇദാ ഖറഅ ഖായിമൻ എന്നിടത്ത് വക്കാന ഇദാ സ്വല്ല ഖായിമൻ, അങ്ങനെയും വന്നിട്ടുണ്ട്. അൻ അബ്ദുല്ലാഹി ബിൻ യസീദ് അൽ മദനി വഅൻ അബി നളിർ അൻ അബി സലമ ഇബ്നു അബ്ദുറഹ്മാൻ അൻ ആയിഷത സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റിപ്പോർട്ട് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ: അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുസല്ലി ജാലിസൻ, ഇരുന്ന് നിസ്കരിക്കുമായിരുന്നു. ഫയഖറഉ വഹുവ ജാലിസൻ, അപ്പോൾ ഇരുന്നു കൊണ്ട് തന്നെ ഖുർആൻ ഓതും. പറഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കാരത്തിലെ എല്ലാ പ്രവർത്തികളും ഇരുന്നു കൊണ്ട് ചെയ്യുക എന്നതാണ്. സുജൂദ് പിന്നെ സുജൂദിൻ്റെതായ രൂപത്തിൽ നിർവഹിക്കാൻ പറ്റുന്ന ആൾ സുജൂദ് അങ്ങനെ തന്നെ നിർവഹിക്കണം ഇരുന്ന് നിസ്കരിക്കുമ്പോൾ. ഇതാ ബക്കിയ, എന്നിട്ട് ബക്കിയ അതിൻ്റെ ഹദീസ് എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു? ഇരുന്ന് നിസ്കരിക്കുന്ന നബി ഇടയ്ക്ക് എണീറ്റിട്ട് ബാക്കി ഓതുമായിരുന്നു എന്നുള്ളതാണ്. അൻ ഹിഷാം ബിൻ ഉർവ അൻ അബീഹി അന്നഹ അഖ്ബറതുഹു അന്നഹ ലം തറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി സ്വലാത്തൽ ലൈലി ഖാഇദൻ ഖത്തു ഹത്താ അസന്ന. ഈ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇരുന്ന് നിസ്കരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല, ഹത്താ അസന്ന, പ്രായമായപ്പോൾ അല്ലാതെ. ഇത് സുന്നത്ത് നിസ്കാരത്തിൽ എന്ത് ചെയ്യാം? ഇരുന്ന് നിസ്കരിക്കാം, കഴിവുള്ളതോടുകൂടി തന്നെ, നിൽക്കാൻ കഴിവുള്ളതോടുകൂടി തന്നെ ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ്. കാന യഖറഉ ഖാഇദൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇരുന്ന് നിസ്കരിക്കുമായിരുന്നു എന്നാണ്. യഖറഉ എന്നുള്ളത് യുസല്ലി എന്നും പറയാം. അൽ ഹദീസ് ബിൻ നഹ്വി. ഇനി ഖാല അൽ ഹാഫിദ് ഫിൽ ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി, ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി പറഞ്ഞു: ഫീഹി റദ്ദുൻ അലാ മൻ ഇഷ്തറത അലാ മൻ ഇഫ്തതഹ അൻ-നാഫിലത ഖാഇദൻ അൻ യർകഅ ഖാഇദൻ ഔ ഖായിമൻ അൻ യർകഅ ഖായിമൻ വഹുവ മഹ്കിയുൻ അൻ അശ്ഹബ് വബഅദിൽ ഹനഫിയ്യത്തി. ഇവിടെ
ഖണ്ഡനമുണ്ട് എന്തിന്? അലാ മനിഷ്തറത്ത നിബന്ധനയാക്കിയവർക്ക്, അലാ മനിഫ്തഹൻ നാഫിലത ഖായിമൻ, ഒരാൾ സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കാരം തുടങ്ങി എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ട സ്ഥലത്ത് ഇരുന്ന് തുടങ്ങി, അയ്യർക്കാ കായിദൻ, അയാൾ ഇരുന്ന് തന്നെ എന്ത് ചെയ്യണം? റുക്കൂ ചെയ്യണം. ഔ ഖായിമൻ അയ്യർക്കാ കായിമൻ, അല്ല ഒരാൾ നിന്നുകൊണ്ടാണ് നിസ്കാരം തുടങ്ങിയെങ്കിൽ എന്ത് ചെയ്യുക? അവന് നിന്നുകൊണ്ട് തന്നെ, അതായത് റുക്കുവിൻ്റെതായ രൂപത്തിൽ ഇരുന്നുകൊണ്ടല്ലാതെ തന്നെ ചെയ്യണം എന്നതാണ് എന്ന് പറയുന്നവർക്കുള്ള ഖണ്ഡനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് നിസ്കാരം തുടങ്ങി, എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നബി എണീറ്റിട്ട് ബാക്കി ഓതി എന്നുണ്ട്. അങ്ങനെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹദീസിൽ എന്തിന് ഖണ്ഡനമുണ്ട്? ഇരുന്ന് നിസ്കാരം ഇരുന്ന് തുടങ്ങിയ അയാൾ പിന്നെ ബാക്കി അയാളുടെ റുക്കൂവും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ഇരുന്ന് തന്നെ ആയിരിക്കണം. നിന്നാണെങ്കിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നതിന് ഖണ്ഡനം ഉണ്ട്, എന്ന വാദത്തിന് ഖണ്ഡനം ഉണ്ട്. നിന്ന് റുക്കൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റുക്കൂവിൻ്റെതായ രൂപത്തിൽ കുനിഞ്ഞ് ചെയ്യുക. ഇരുന്ന് റുക്കൂ ചെയ്യാറ് എന്താണ്? ഇരുന്നു കൊണ്ട് റുക്കൂ ആംഗ്യം കാണിച്ച് ചെയ്യുക എന്നതാണ്. ഇനി അപ്പോൾ ഈ വീക്ഷണം, അതായത് ഇരുന്നു കൊണ്ട് നിസ്കാരം തുടങ്ങിയ ഒരാൾ ഇരുന്നു കൊണ്ട് തന്നെ റുക്കൂവൊക്കെ ചെയ്യണം എന്ന വീക്ഷണം, അത് ചില ഹനഫികളിൽ നിന്നും പിന്നെ അഷ്ഹബ് എന്നിവരിൽ നിന്ന് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൽ ഹുജ്ജത്തു ഫീഹി മാ റവാഹു മുസ്ലിം വഗൈറുഹു മിൻ തരീഖ് അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് അൻ ആയിഷത ഫി സുആലിഹി ലഹാൻ സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി കാന ഇദാ ഖറഅ ഖായിമൻ റകഅ ഖായിമൻ വഇദാ ഖറഅ ഖായിദൻ റകഅ ഖായിദൻ വഹദാ സ്വഹീഹ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്, നിന്ന് നിസ്കരിക്കുമ്പോൾ നബി നിന്ന് റുക്കൂ ചെയ്യുമായിരുന്നു, ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇരുന്ന് ചെയ്യുമായിരുന്നു എന്ന ഹദീസാണ് അവർക്ക് തെളിവ്. വലാക്കിൻ ഈ ഹദീസ് സ്വഹിയാണ്. വലാക്കിൻ ലാ യൽസമു മിൻഹു മൻഉ മാ റവാഹു ഉർവ അൻഹ ഫയജ്മഉ ബൈനഹുമാ. എന്നാൽ ഉർവ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് ഇത് തടയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇരുന്ന് നിസ്കാരം തുടങ്ങിയ അയാൾക്ക് പിന്നെ വേണമെങ്കിൽ നിസ്കാരത്തിൻ്റെ ബാക്കി ഭാഗം നിൽക്കാവുന്നതാണ്, അതിൽ തെറ്റില്ല. ഫയജ്മഉ ബൈനഹുമാ. അപ്പോൾ ഈ രണ്ട് ഹദീസും തമ്മിൽ കമ്പൈൻ ചെയ്യാം. ബൈനഹു കാന യഫ്അലു കിലാ കുല്ലൻ മിൻ ദാലിക ബിഹസ്ബി നഷാത്തി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്മേഷ നഷാത്തിന് അനുസരിച്ച് എല്ലാം നബി ചെയ്തിരുന്നു. നിന്ന് നിസ്കരിച്ചിരുന്നു, ഇരുന്ന് സുന്നത്ത് നിസ്കരിച്ചിരുന്നു, ഇരുന്ന് കൊണ്ട് തന്നെ തുടർന്നിരുന്നു, ഇരുന്ന് നിസ്കരിച്ചിട്ട് പിന്നെ ഇടക്ക് എണീറ്റിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാം. കാന അഹ്യാനൻ യുസല്ലി ജാലിസൻ. ഇസ്ലാസ്മ ചിലപ്പോൾ ഇരുന്ന് നിസ്കരിക്കും. ഫയഖറഉഹു ജാലിസൻ. അപ്പോൾ ഇരുന്നു കൊണ്ട് നബി എന്ത് ചെയ്യും? ഖുർആൻ പാരായണമൊക്കെ ചെയ്യും. ഫഇദാ ബഖിയ മിൻ ഖിറാഅത്തിഹി ഖദറ മാ യകൂനു 30 ഔ 40 ആയ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 30 അല്ലെങ്കിൽ 40 ആയത്ത് ബാക്കി ഉണ്ടാകുമ്പോൾ ഖാമ നബി എന്ത് ചെയ്യും? എണീക്കും. ഫഖറഅഹ, എന്നിട്ട് ബാക്കി ഓതും, നിന്നുകൊണ്ട് ഓതും. വഹുവ ഖായിമുൻ, നിന്നുകൊണ്ട്. സുമ്മ റകഅ, പിന്നെ റുക്കൂ ചെയ്യും. വസജദ, പിന്നെ സുജൂദ് ചെയ്യും. റുക്കൂ അതിൻ്റെതായ രൂപത്തിൽ. സുമ്മ യസ്നഉ ഫി റകഅത്തി സാനിയത്തി മിസ്ല ദാലിക, രണ്ടാമത്തെ റകഅത്തിലും അതേപോലെ തന്നെ. മുവത്തയിലുള്ള ഹദീസ് ആണ്. വഹാദാ ഹുവൽ ഹഖ്, ഇതാണ് സത്യം. വ ഇലൈഹി ദഹബ അഹ്മദു ഇസ്ഹാഖ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇസ്ഹാഖ് ഇവരുടെയൊക്കെ നിലപാട് ഇതാണ്. ഫഖാർ തിർമിദി ബഅദ അൻ ദകറ അൽ ഹദീസൈൻ, രണ്ട് ഹദീസും റിപ്പോർട്ട് ചെയ്ത ശേഷം ഇമാം തിർമിദി പറഞ്ഞു, ഖാല അഹ്മദ് ഇസ്ഹാഖ്, അഹ്മദ് എന്നവർ ഇസ്ഹാഖ് എന്നവരും റഹിമഹുമുല്ലാ അവർ പറഞ്ഞു, വൽ അമലു അലാ കിലൽ ഹദീസൈൻ, ഈ രണ്ട് ഹദീസ് പ്രകാരം അമൽ ചെയ്യാന്നുള്ളതാണ്. കഅന്നഹുമാ റഅയ കിലൽ ഹദീസൈനി സ്വഹീഹൻ മഅമൂലൻ ബിഹിമാ, ഈ രണ്ട് ഹദീസും എന്താണ്? സ്വഹീഹാണ്, അത് പ്രകാരം അമൽ ചെയ്യാമെന്ന് അവർ മനസ്സിലാക്കി എന്നതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നിസ്കരിക്കുമ്പോൾ നിന്ന് തന്നെ പിന്നെ എന്ത് ചെയ്യുമായിരുന്നു? പിന്നെ ഒരു റുക്കൂഴൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതേപോലെ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇരുന്ന് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അതേസമയം മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കാരം തുടങ്ങി, പക്ഷേ കുറേ ഓതി ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു? ബാക്കി ഭാഗം നിന്ന് നിസ്കരിച്ചു. അപ്പോൾ റുക്കുവിൻ്റെതായ കോലത്തിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ചെയ്തു എന്ന്. അപ്പോൾ രണ്ട് പ്രകാരം പ്രവർത്തിക്കാമെന്നാണ്. ഇനി മത്തിനിൽ നിന്നുള്ളൊരു ഭാഗം, വഇന്നമാ സ്വല്ല സുബ്ഹത ഖാഇദൻ ഫി ആഖിരി ഹയാത്തിഹി ലമ്മാ അസന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹത്ത് പറഞ്ഞാൽ തതവ്വു നഫ്ൽ നിസ്കാരം, സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു. ഖാഇദൻ ഇരുന്നു കൊണ്ട് ഫി ആഖിരി ഹയാത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ. ലമ്മാ അസന്ന, നബിക്ക് പ്രായമായപ്പോൾ. വദാലിക ഖബല വഫാത്തിഹി ബിആമിൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
വഫാത്തിന് 1 വർഷം മുമ്പാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തുള്ള ഹദീസ്. വക്കാന യജ്ലിസു മുത്തറബ്ബിഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചമ്രം പടിഞ്ഞിരുന്ന് ഇരിക്കുമായിരുന്നു. ഇരിക്കുക നിസ്കരിക്കുമ്പോൾ ഇരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അത് വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. നിഷറഹിൽ എന്ന ഭാഗം. അൻ ആയിഷത ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മുത്തറബ്ബിഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തറബ്ബി ആയിട്ട് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ചമ്രം പടിഞ്ഞിരുന്നു. വഖാലൽ ഹക്കീം സ്വഹീഹുൻ അലാ ശർത്തി ഷെയ്ഖൈൻ, ഇമാം ഹക്കീം റഹ്മത്തുള്ളാഹി 2 ഷെയ്ഖുമാരുടെ, അതായത് ബുഖാരി മുസ്ലിം ഇവരുടെ മാനദണ്ഡ പ്രകാരം ഈ ഹദീസ് സ്വഹീഹ് എന്ന് പറഞ്ഞു. വറവൽ ബൈഹഖി അൻ ഹുമൈദ് ഖാല റഅയ്തു അനസ് ബിൻ മാലിക് യുസല്ലി മുത്തറബ്ബിഅൻ അലാ ഫിറാഷിഹി, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വിരിപ്പിൽ ചമ്രം പടിഞ്ഞിരുന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ സുന്നത്ത് നിസ്കാരമാണ്. വസനദുഹു സ്വഹീഹുൻ അലാ ഷർത്തിഹിമ, ഇതിൻ്റെ പരമ്പരയും സ്വഹീഹാണെന്നുള്ളതാണ്. ഖാല ഷൗക്കാനി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വൽ ഹദീസ് യദുല്ലു അലാ, ഈ ഹദീസ് എന്തിന്മേൽ അറിയിക്കുന്നു, അനൽ മുസ്തഹബ് ലിമൻ സ്വല്ല ഖായിദൻ, ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്ക് മുസ്തഹബ്. ഇരുന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പറ്റുക? ഫർദ് നിസ്കാരത്തിൽ നിന്ന് തന്നെ നിസ്കരിക്കണം. തീരെ പറ്റാത്ത ആൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുള്ളൂ. സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടെങ്കിലും ഇരുന്ന് നിസ്കരിക്കാൻ പറ്റും. അങ്ങനെ ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്ക് അയ്യത്തറബ, മുസ്തഹബ് എന്താണ്? ചമ്രം പടിഞ്ഞിരിക്കലാണ്. ഇതാണ് ഷൗക്കാനി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. വഇലാ ദാലിക ദഹബ അബൂ ഹനീഫ വ മാലിക് വ അഹ്മദ്, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇവരുടെയൊക്കെ വീക്ഷണം ഇതാണ്. വദഹബ ഷാഫിഈ ഫി അഹദി ഖൗലൈഹി ഇലാ അന്നഹു യജ്ലിസു മുഫ്തരിഷൻ, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അവരുടെ ഒരു റിപ്പോർട്ടിൽ എങ്ങനെയാണ് മുഫ്തരിഷായിട്ട് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 സുജൂദിനിടയിൽ ഇരുത്തം ഇരിക്കുന്നത് പോലെ, കൽ ജുലൂസി ബൈന സജ്ദത്തൈൻ, 2 സുജൂദിൻ്റെ ഇടയിൽ ഇരിക്കുന്നത് പോലെ. വഹക്ക സ്വാഹിബുൻ നിഹായയുടെ കർത്താവ് അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ ബാലിൽ ഹനഫിയത്തി, ചില ഹനഫിയത്തി എന്നായിരിക്കണം, ഹനഫിയൈനി എന്നാവില്ല. അന്നഹു യജ്ലിസു മുത്തവരിക്കൻ, അവർ എന്താണ് തവറുക്കിൻ്റെ ഇരുത്തം ഇരുന്നിരുന്നുവെന്ന്. ഇനി അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അവരുടെ 2 ശിഷ്യന്മാർ ഉദ്ദേശിച്ചാണെന്നറിയില്ല, ഞാനിതിൻ്റെ വേറെ കിതാബുകൾ നോക്കിയിട്ടില്ല. ഏതായാലും തവറുക്കിൻ്റെ ഇരുത്തത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുടെ ഇരുത്തം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അത് ചിലർ പറഞ്ഞു ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് ഏറ്റവും നല്ലത്, ചിലർ പറഞ്ഞു തറബു, അതായത് ചമ്രം പടിഞ്ഞിരിക്കലാണ്. മുസ്ലിം അങ്ങനെ ഇരുന്ന് നിസ്കരിച്ചു എന്ന് ഹദീസ് കണ്ടല്ലോ. ചിലർ പറഞ്ഞു തവറുക്കിൻ്റെ ഇരുത്തം എന്ന്. ഏതാണെങ്കിലും കുഴപ്പമില്ല, നിസ്കാരം സഹിയാകും. ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വഹാദൽ ഖിലാഫ്, ഈ അഭിപ്രായ വ്യത്യാസം, അതായത് തവറുക്കിൻ്റെ ഇരുത്താണോ ഇഫ്തിറാഷിൻ്റെ ഇരുത്താണോ അതോ തബറുവിൻ്റെ ചമ്രം പടിഞ്ഞ ഇരുത്താണോ, ഇത് ഏതാണ് ഇരുന്ന് നിസ്കരിക്കുമ്പം വേണ്ടത് എന്നത് വഹാദൽ ഖിലാഫ്, ഈ അഭിപ്രായ വ്യത്യാസം ഇന്നമാ ഹുവ ഫിൽ അഫ്ളലി, ഏറ്റവും ശ്രേഷ്ഠം ഏത് എന്ന വിഷയത്തിൽ മാത്രമാണ്. വഖദ് വഖഅൽ ഇത്തിഫാഖു അലാ അന്നഹു യജൂസു ലഹു അൻ യഖഅദ അലാ അയ്യി സിഫത്തിൻ ഷാഅ മിനൽ ഖുഊദ്, ഈ പറഞ്ഞ ഏത് ഇരുത്തിരുന്നാലും അനുവദനീയമാണ് എന്ന കാര്യത്തിൽ ഏകോപനമുണ്ട്, അതിന് തർക്കമില്ല എന്ന്.